പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്തേറ്റ അടി. അങ്ങനെയല്ലാതെ ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ തോൽവിയെ വിശേഷിപ്പിക്കാനാകില്ല. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ മണ്ഡലമായിരുന്നു ബങ്കിപ്പൂർ. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് നിതിൻ ബങ്കിപ്പൂരിനെ ഉപേക്ഷിച്ചത്. അങ്ങനെ അനിവാര്യമായി വന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകത്തിൽ അടിപതറിയിരിക്കുകയാണ് ബി.ജെ.പിക്ക്. ബി.ജെ.പിയെ അവരുടെ കോട്ടയിൽ തോൽപ്പിച്ചത് മറ്റാരുമല്ല, ജൻസുരാജ് പാർട്ടി അധ്യക്ഷനും മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ. ഇക്കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പ്രശാന്ത് പാർട്ടി രൂപീകരിച്ചത്. അന്ന് മത്സരിച്ചില്ല. ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെ വിജയിച്ച ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ബി.ജെ.പിക്ക് ലീഡ് നേടാനായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഓരോ റൗണ്ടിലും പ്രശാന്ത് കിഷോർ ലീഡ് നില വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത്. ആർ.ജെ.ഡി സ്ഥാനാർത്ഥിയെ മത്സരിച്ച രേഖാകുമാരി മൂന്നാം സ്ഥാനത്തായത് പാർട്ടിക്ക് മറ്റൊരു നാണക്കേടായി. 2025 നവംബറിൽ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി.ജെ.പി സഖ്യം തൂത്തുവാരുകയായിരുന്നു. ആകെയുള്ള 243 സീറ്റുകളിൽ 201 എൻ.ഡി.എ സഖ്യം സ്വന്തമാക്കി. ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമായി. അന്ന് ബങ്കിപ്പൂരിൽ നിന്ന് നിതിൻ നബീൻ തുടർച്ചയായ 4ാം വിജയം സ്വന്തമാക്കിയത് 1,00,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. 35 വർഷമായി നിതിൻ കുടുംബം കൈയടക്കി വെച്ചിരുന്ന മണ്ഡലം. മുൻപ് പട്ന വെസ്റ്റായിരുന്ന മണ്ഡലം 2008-ലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് ബങ്കിപ്പൂരായി മാറിയത്. 1995 മുതൽ 4 തെരഞ്ഞെടുപ്പിൽ നിതിന്റെ പിതാവായ നബീൻ കിഷോർ പട്ന വെസ്റ്റിൽ നിന്ന് വിജയിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2006-ൽ ആദ്യമായി മത്സരിച്ച് നിവിൻ ജയിച്ച് മണ്ഡലം നിലനിർത്തി. അതായത് കഴിഞ്ഞ 30 വർഷമായി നിവിന്റെ കുടുംബം കൈവശം വെച്ച മണ്ഡലം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് കൈവിട്ടിരിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയ ചരിത്ര വിജയത്തിന് 9 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. അതിനുശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കോട്ടയിൽ ബി.ജെ.പിക്കുണ്ടായ കനത്ത തോൽവി പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ബി.ജെ.പിയുടെ മുദ്രാവാക്യമൊന്നും ഇവിടെ ചെലവായില്ല എന്ന് വേണം കാണാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യം ഉണ്ടായിട്ടും സ്വന്തം മണ്ഡലത്തിൽ എങ്ങനെ തോറ്റു എന്നതിന് ബി.ജെ.പിക്ക് ഉത്തരം കണ്ടെത്താൻ സമയം കുറെ വേണ്ടിവരും. പ്രശാന്ത് കിഷോർ എന്ന എതിരാളിയെ നിസ്സാരമായി കണ്ടതാണ് ബി.ജെ.പിക്ക് പറ്റിയ ആദ്യ അബദ്ധമെന്നാണ് വിലയിരുത്തുന്നത്. 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിൽ നിസ്സാരമായി ജയിക്കാമെന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അടുത്തിടെ തലസ്ഥാനമായ പട്നയിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ബി.ജെ.പി നയിക്കുന്ന സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളും പരീക്ഷാ ക്രമക്കേടുകളും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദ്യാർത്ഥികളുടെ സമരം. സമരത്തിനിടെ മേൽജാതിയിൽപ്പെട്ട ഭാരത് തിവാരി എന്ന വിദ്യാർത്ഥി പോലീസ് നടപടിക്കിടെ കൊല്ലപ്പെട്ടതും സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി. അടുത്തിടെ രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ നടന്ന CJP പ്രക്ഷോഭം ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് വേണം വിലയിരുത്താൻ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെച്ച് പോകേണ്ടി വന്നത് നാം കണ്ടതാണ്. വികസനം മുൻനിർത്തിയായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രചരണം. അത് വിജയം കണ്ടു എന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്.